നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മറ്റാരുമല്ല, മലയാള സിനിമയിൽ തന്നെ നല്ല നല്ല വേഷങ്ങൾ മലയാള പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഒരു പ്രതിഭയാണ്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാം സ്വന്തം പൗളി വത്സൻ എന്നറിയപ്പെടുന്ന പൗളി ചേച്ചി. സ്നേഹപൂർവ്വം നമ്മളെല്ലാം വിളിക്കുന്ന പൗളി ചേച്ചി സ്നേഹപൂർവ്വം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചേച്ചി. ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ട് വർഷങ്ങളേറെയായി. നിരവധി വേഷങ്ങൾ ചെയ്തു, നാടകത്തിലായാലും സിനിമയിലായാലും. ഈ ചെയ്ത വേഷങ്ങളൊക്കെ മനോഹരമാക്കി നമ്മുടെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഇത്രയും കാലത്തിനിടെ ചേച്ചിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അല്ല പ്രേക്ഷകർ ഇത് നന്നായിരുന്നു എന്ന് പറയുന്ന ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ചേച്ചിയുടെ മനസ്സിൽ കിടക്കുന്നത് എന്ന് പറയാം? ഞാൻ ആദ്യം അഭിനയിച്ച പടം തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അണ്ണൻ തമ്പി എന്ന സിനിമയായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. അതിൽ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ, പക്ഷേ എന്നാലും അത് പ്രേക്ഷക മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ സിനിമ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അമൽനീരദിൻ്റെ പടം ചെയ്ത്, ആ സിനിമ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു പടങ്ങൾ കൂടുതൽ വരാൻ തുടങ്ങിയത്. ഞാൻ അതിപ്പോൾ നാടകം നിർത്താതെ തന്നെയാണ് ആ സിനിമയ്ക്ക് പോയത്. നാടകത്തിലുണ്ടായി 4 വർഷം ഞാൻ നാടകം തുടർച്ചയായിട്ട് നാടകവും സിനിമയുമായിട്ട് കൊണ്ടുവരുന്നത്. എന്താന്ന് പറഞ്ഞാൽ സിനിമ എപ്പോൾ കിട്ടുമെന്ന് നമുക്ക് ഊഹമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേര് നാടകം നിർത്താതെ തന്നെ ചെയ്തു. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യത്തിലായിരിക്കണം, പിന്നെ പെട്ടെന്ന് എനിക്ക് വേഷങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ പിള്ളേർ പറഞ്ഞ് 1 വർഷം നിന്ന് നോക്ക്, എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷം നിന്നപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒരെണ്ണം കഴിഞ്ഞാൽ ഒരെണ്ണം അങ്ങനെ സിനിമകൾ കുറച്ചങ്ങോട്ട് അധികം വന്ന് നല്ല വേഷങ്ങളുമാണ് ചെയ്തേക്കണം. ഒരു ചെറിയ ഡയലോഗ് ആണെങ്കിലും മനസ്സിൽ നിന്ന് ആളുകളുടെ പോകാത്ത വിധത്തിൽ കട്ടപ്പനയിലെ ഋതിക് റോഷൻ, അങ്ങനെ അങ്ങനെയുള്ള പടങ്ങളെല്ലാത്തിലും നമുക്ക് ചെറിയ ചെറിയ വേഷമാണെങ്കിലും എല്ലാവരും മനസ്സിൽ ഉണ്ട് ഡയലോഗ്സ്. അങ്ങനെയാണ്. പിന്നെ ഗപ്പി, അങ്ങനെയുള്ള എല്ലാ പടങ്ങളിലും നല്ല വേഷങ്ങൾ. പിന്നെ രഞ്ജിത്ത് സാറിൻ്റെ ഒരു പടം ചെയ്ത് ലീല ബിജുമേനന്റെ കൂടെ, അതും നല്ല അഭിപ്രായം. എനിക്ക് അങ്ങനെ ചെയ്തതൊന്നും ഇന്ന് വരെയും കിട്ടിയേക്കണ ഒരു റോളും മോശമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ ചെറിയ ഒരു ദിവസത്തെ വർക്കിന് വേണ്ടി 2 സിനിമ ചെയ്തതും 2ഉം നല്ല വെറൈറ്റി സാധനങ്ങൾ തന്നെയായിരുന്നു. ഒരെണ്ണം ആസിഫ് അലിയുടെ പടം, പിന്നെ ഒരെണ്ണം നമ്മുടെ ബിബിനും വിഷ്ണു കൂടിയുള്ള പടം അപ്പോൾ അത് ചെയ്തത്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെറുതാണെങ്കിലും ആ വേഷം ചെയ്യാൻ പൗളി ചേച്ചിനെ വിളിക്കണം എന്ന് പറഞ്ഞ് വിളിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായി. അത് നമ്മൾ ഈ സിനിമകൾ കാണുമ്പോൾ, അത് ചേച്ചി അഭിനയിച്ചിരിക്കുന്ന പടങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ആ ഒരു കഥാപാത്രം ചെറുതാണെങ്കിൽ പോലും ആ കഥാപാത്രത്തെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ചേച്ചി. മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നല്ലെന്ന് പറയും, പക്ഷേ ചേച്ചിക്ക് പറ്റുന്ന, ചേച്ചിക്ക് ചെയ്യാനായിട്ടും ചേച്ചിയുടെ ആ ഒരു രീതിക്ക് അനുസരിച്ചുള്ള പടങ്ങളാണ് കൂടുതലും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് അത് നല്ല രീതിയിൽ ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എല്ലാ പടങ്ങളും, ചേച്ചി ചെയ്യുന്ന പടങ്ങളെല്ലാം തന്നെ ഒരു അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. കാരണം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചേച്ചി. അതായത് നമ്മൾ പിള്ളേരുടെ മനസ്സിലുണ്ട്. അതെ അതെ, പിള്ളേർ കാണുമ്പോൾ നമുക്ക് പിള്ളേരുടെ വരവും ഓടി വന്ന് നമ്മളോട് ഒരു സ്നേഹം പങ്കുവെക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇത്രയും പിള്ളേര് പടം കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് വരും നമുക്ക്. അത് തന്നെ നമുക്ക് ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു പടം ഫുള്ള് ചെയ്യണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. നമ്മളെ അതിലൊരു ഭാഗമൊക്കെ ആയാൽ മതി. പക്ഷെ അത് പിള്ളേര് ശ്രദ്ധിക്കുന്നുണ്ട്. അതെ അതെ അതെ, അങ്ങനെ. അപ്പോൾ ഈ സിനിമയിലേക്ക്, ഈ നാടകത്തിൽ നിന്ന് എൻട്രി, അതിൽ സിനിമയിലേക്ക് വന്നു. ഇനിയൊന്നും നാടകത്തിലേക്ക് പോകണമെന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട്? നാടകത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നാടകത്തിന്റെ ചിട്ട വേറെയല്ലേ. കാരണം നമ്മൾ ക്യാമ്പ് ചെയ്യണം. ഇത് നാടകം പഠിക്കാൻ വേണ്ടി ഒരു മാസത്തോളമൊക്കെ റിഹേഴ്സലും കാര്യങ്ങളായിട്ട് പോകും. പിന്നെ നമുക്കിപ്പോൾ ബസ് യാത്ര ചെയ്യാൻ പറ്റില്ല. ആരാധകർ കൂടിയിട്ടാണ്, ഒന്നും പറയാനില്ല. വേറെ ആരാധകരുണ്ട് നന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് ബസ് യാത്ര ചെയ്ത്, ഇപ്പൊ ഒരു ഗുരുവായൂരാണ്, ഒരു നാടക ട്രൂപ്പിലാണ് നമ്മൾ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ബസ് കയറി ഗുരുവായൂർ ചെല്ലണം. സിനിമാ നടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാടകത്തിന്റെ ചിട്ടകൾ വേറെ രീതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ യാത്ര ചെയ്ത് അവിടെ ചെന്നാൽ മതി, അവർ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് പ്രശ്നമാവണില്ല. പക്ഷെ നാടകത്തിന് പോകുമ്പോൾ അത് പറ്റൂല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നാടകത്തിന് പോകാത്ത. ഇപ്പോഴും എനിക്ക് നാടകം കളിക്കാൻ ഇഷ്ടമാണ്. നാടകമാണ് സിനിമയാണ് കൂടുതലും മനസ്സിലെപ്പോഴും നാടകം തന്നെയാണ്. സിനിമ എന്ന് പറഞ്ഞാൽ അപ്പച്ചെന്ന് അപ്പ പറഞ്ഞു പോരല്ലേ. നാടകം അതല്ല, നമ്മ ഒരു കൊല്ലത്തോളം അത് ചെയ്യണല്ലേ. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ ഇപ്പൊ ചാമുക്കിട്ടച്ചാൻ എന്നൊക്കെ പറഞ്ഞ നാടകം എന്ന് പറഞ്ഞാൽ ഇന്നും കളിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അത്ര നല്ല വേഷങ്ങളാണ് നാടകത്തിൽ ചെയ്തേക്കണ വേഷത്തിന്റെ ഒരു 4 ഭാഗം നമുക്ക് സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കിട്ടുമ്പോൾ നമ്മൾ അത് അങ്ങോട്ട് പൊലിപ്പിച്ച് നല്ല മാക്സിമം നമ്മൾ ചെയ്യാവുന്നത്രയും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാര്യം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നാടകം തന്നെയാണ് നമ്മുടെ മനസ്സിന് എപ്പോഴും തൃപ്തി തരുന്നത് സിനിമയ്ക്ക്. നമ്മൾ നാടകം, പിന്നെ ഞാൻ ഈ നാടക സിനിമയുമായിട്ടും എനിക്ക് ഈ പ്രസന്റേഷനിൽ വ്യത്യാസങ്ങളില്ല.
ഇല്ലില്ല. ഞാൻ നാടകം പോകുമ്പോഴും വളരെ ഈസി ആയിട്ട് പറയണ സിനിമ എഴുപ്പള്ളൂ. സിനിമയിൽ അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പം അതുകൊണ്ട് എനിക്ക് അതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ നാടകത്തിലാണെങ്കിലും മോനെ എടാ ഇങ്ങനെ വന്നിടാ എന്നൊക്കെ വിളിക്കണ അതേ രീതിയിൽ തന്നെ നമുക്ക് സിനിമയിൽ വന്നപ്പോഴും അങ്ങനെ ആയതുകൊണ്ട് രണ്ടും രണ്ട് വ്യത്യാസങ്ങളായിട്ട് എനിക്ക് തോന്നിയേക്കണത് ഒന്നും ഈ ഡയലോഗിലില്ല. പിന്നെ അവരുടെ നാടക ശൈലിയുടെ ഒരു വ്യത്യാസം വേറെ ഉണ്ടല്ലോ. അതെ, രണ്ടും ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആളുകളോട് ഇത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റിയത്. നമ്മുടെ ആ ഈസി ആയിട്ടുള്ള പറയലാണ് ആളുകൾക്ക് ഇഷ്ടം. എൻ്റെ ശബ്ദം അതാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് അങ്ങനെ പെട്ടെന്ന് ഞാൻ അറിയപ്പെടാൻ പറ്റിയത്. ഒരു സുപ്രഭാതത്തിലാണ് പെട്ടെന്ന് ഇതുപോലെ പോലെ തന്നെ പൗളി ചേച്ചി ഒന്ന് ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഒരൊറ്റ കയറ്റമായിരുന്നു അല്ലേ? ഒറ്റ കയറ്റമായിരുന്നു. കാരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ വേഷങ്ങളാണെങ്കിലും ജനങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞ വേഷങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾ കയറി വന്ന് നിൽക്കുകയാണ്. ഇനി നമുക്ക് സിനിമയിൽ തന്നെ നമുക്ക് ചേച്ചിക്ക് എന്തൊരു നല്ല കഥാപാത്രം ചെയ്യാനാണ് അങ്ങനെ മനസ്സിൽ ആഗ്രഹം കിടക്കുന്നത്? ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കോമഡി ആയിട്ടും ഒരു പിന്നെ സീരിയസ് ആയിട്ടും എല്ലാ വേഷങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന സൈസ് ക്യാരക്ടറുകൾ കിട്ടി. അതായത് ഈമായവ് ചെയ്തപ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഇത് കാണിക്കാൻ പറ്റി. നമ്മുടെ നാടിൻ്റെ ഒരു ഇതാണ് ആ സിനിമയിലുള്ളത്. അപ്പം അതുകൊണ്ട് അത് നമുക്ക് കിട്ടി. പിന്നെ ഇപ്പോൾ ഈ അടുത്ത അവാർഡ് കിട്ടിയ സൗദി വെള്ളക്കാർ എന്ന് പറഞ്ഞൊരു സിനിമ. പക്ഷെ ആ സിനിമക്ക് കൊച്ചി ഭാഷ പറയാനായിട്ടുള്ള ആ മികവ് കൊണ്ടാണ് എനിക്ക് ആ അവാർഡും കൂടി കിട്ടിയത്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് ഇനി പ്രയാസങ്ങളില്ല. എന്ത് കിട്ടിയാലും നമ്മൾ ചെയ്യും. അർഹിക്കുന്ന വേഷങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ അങ്ങനെ പരാതിയില്ല. കാരണം നമ്മൾ ഇപ്പം ആസിഫ് അലിയുടെ ഒരു പടം ചെയ്തെന്ന് പറഞ്ഞാൽ ആ വേഷം ഞാൻ ചെയ്താൽ മതി എന്ന് അവർക്ക് തോന്നിയല്ല. അപ്പൊ പിന്നെ നമ്മൾ അർഹിക്കണ വേഷം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളത് ഷോട്ട് എടുത്തപ്പോൾ തന്നെ അവിടെ കയ്യടി വീണ് അവിടെ പിള്ളേരെല്ലാവരും കൈയടിച്ച് ഡയലോഗ് പറഞ്ഞപ്പോൾ ഒരു പാരഗ്രാഫ് ഡയലോഗായിരുന്നു. അപ്പൊ ആസിഫ് അലി പറഞ്ഞ് അത് കട്ട് ചെയ്യരുത് ചേച്ചി, അത്രയും മനോഹരമായിട്ട് ചെയ്തേക്കണം, അത് കട്ട് ചെയ്യണ്ട, അല്ലാണ്ട് ക്ലോസ് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞാണ് വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു പോരുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ വണ്ടിയിലേക്ക് കൊണ്ടുപോയി ആക്കണം ഒരു പയ്യന്മാർ ചേച്ചി ഈ സിനിമ തുടങ്ങിയിട്ട് 51 ദിവസമായി. ഈ 51 ദിവസത്തിൽ 2 പേർക്കാണ് കയ്യടി കിട്ടിയേക്കണേന്ന് പറഞ്ഞു. ഒന്ന് സിദ്ദിഖിനും ഒന്ന് പൊളിച്ചേച്ചിക്കോട്ടാന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഭയങ്കര ഒരു അംഗീകാരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ സിദ്ദിഖും വൈപ്പിക്കരക്കാരനാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അത് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം എന്താ നമുക്ക് ഒരു ചെറിയ കുഞ്ഞു വേഷമാണ്, പക്ഷെ എന്നാലും അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അതെ, അപ്പം അതുപോലെ പറയാൻ പറ്റുന്നുണ്ട്. നമുക്ക് ദൈവാനുഗ്രഹമാണത് ശരിക്കും പറഞ്ഞാൽ. മാതാപിതാക്കന്മാരോടൊക്കെ ചെയ്തേക്കണ പുണ്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ നാടകരംഗത്ത് പിന്നെ ആർക്കും മാറ്റി വെക്കാൻ നിർത്താൻ പറ്റില്ലായിരുന്നു. എനിക്ക് വേഷം എഴുതി തരയായിരുന്നു. അത് പൗൾ ചേച്ചിക്കുള്ളതാണ്. പൗൾ ചേച്ചിനെ വിളിച്ചോന്നും പറഞ്ഞുകൊണ്ട് എഴുതി തന്നേക്കണ നാടകങ്ങളാണ്. ഒരു നാടകത്തിൽ പോലും ഒരു മോശം റോൾ ചെയ്തതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലില്ല. ഈ ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള തോന്നലൊക്കെ ഉണ്ടോ? അവസരങ്ങൾ നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഈ ന്യൂജൻ പിള്ളേരുടെ പടങ്ങളാണല്ലോ കൂടുതൽ വരുന്നത്. അപ്പൊ ഒരു ന്യൂജൻ പിള്ളേരുടെ അമ്മയാകാൻ എനിക്ക് പറ്റില്ലല്ലോ, ഞാൻ പ്രായമില്ലേ. അപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. അത് എന്നെ മനഃപൂർവ്വം വിളിക്കാത്തതല്ല, എനിക്കറിയാത് എനിക്ക് പറ്റിയ വേഷമായിരിക്കണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഒരു ശരിക്കും ഒരു ഇന്റർവെല് പോലെ നീങ്ങി നിൽക്കണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളോളം വെറുതെ ഇരിക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞ അമ്മ കഥാപാത്രങ്ങൾ പണ്ടെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ, അതായത് അമ്മയും നായികയും ഒക്കെ പെണ്ണുങ്ങൾക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് അന്ന് എഴുതണത്. അതിനു പറ്റിയ ആളുകളാണ് ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് KPSC ലളിത തുടങ്ങി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ വേഷം എഴുതി കൊടുക്കാൻ പറ്റിയ ആർട്ടിസ്റ്റുകളായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു വേഷം എഴുതണില്ല എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു കഥ, അതിൻ്റെ അകത്ത് ഒരമ്മ, അത് ഏതെങ്കിലും ഒരു അമ്മ മതി എന്നാണ്, അത്ര അതിനുള്ള വേഷമുള്ളൂ. നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ ഒരു നിലവാരം ഉണ്ട് ഇപ്പൊ. അപ്പൊ അതുകൊണ്ടാണ് ഈ കുറവ് വന്നത്. എന്ന് കരുതി ഞാൻ 92 സിനിമ ചെയ്തു കഴിഞ്ഞു. അതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് ചെന്ന് ഒരു പരിധി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അവാർഡ് കിട്ടി, 2 അവാർഡ് മേടിക്കാൻ പറ്റി. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും അതൊരു ഭയങ്കര ഭാഗ്യം തന്നെയല്ലേ. പിന്നെ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനയിൽ ചേരാനായിട്ട് അമ്മയിൽ ചേരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം ഒക്കെ. പക്ഷെ നമുക്ക് അന്ന് ചേരാനുള്ള പല സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അത് ചേരാൻ പറ്റാതെ വന്ന്.
പിന്നെ നമ്മൾ ഈ ഒരു സീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വരുമാനമല്ലേ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുള്ളൂ. ത്രൂ ഔട്ട് വേഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ആണുങ്ങൾക്ക് കിട്ടുന്ന പൈസ ഒന്നും പെണ്ണുങ്ങൾക്ക് കിട്ടൂല. അപ്പം അതിൻ്റെ ഒരു മിതമായ ഒരു രീതിയിലുള്ള ജീവിതമാണ്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി നമുക്കൊരു മെമ്പർഷിപ്പ് എടുക്കാനോ അങ്ങനെയുള്ളതിന് വേണ്ടി തുനിയാനുള്ള സമയങ്ങൾ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് ചേരാൻ താമസിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അത് ചെയ്യാമെന്ന് വെച്ചപ്പോൾ പല പല പ്രശ്നങ്ങളും അവിടെ. അപ്പം അതുകൊണ്ട് അപ്പോഴും താമസിച്ച് വീണ്ടും ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ടാണ് ഇപ്പം. ആ എമൗണ്ടിൽ എനിക്കിപ്പോൾ ചേരാൻ സാധിക്കില്ലെന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങോട്ട് പിൻവലിച്ച്. പക്ഷേ അതിനകത്ത് സംഘടനകളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ അത് അറിയുന്ന ആൾക്കാരും എല്ലാവരും അറിയുന്ന ആളുകൾ എല്ലാവർക്കും അറിയാം. നമ്മുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരാളെ അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. ഒരുപാട് പേരില്ലേ. അപ്പം അതിലൊന്നും എനിക്ക് അതൊന്നും ഒരു കുറ്റം ഇതായിട്ടൊന്നും വിഷമമൊന്നും തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ രീതി അനുസരിച്ച് പോവുകയാണെങ്കിൽ ശരിക്കും ഒരാളല്ല അവിടെ എത്രയോ ആർട്ടിസ്റ്റുകളുള്ളതാണ്. ഒരാളോടും അങ്ങനെ ഒരു ഔദാര്യം കാണിക്കാൻ പറ്റില്ല. പക്ഷേ ചേച്ചിയൊക്കെ സീനിയോറിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ന്യൂസിൽപ്പെട്ട ഒരുപാട് ആളുകൾ അതിനകത്ത് വരികയും മെമ്പർഷിപ്പ് ഒക്കെ ചെയ്യുന്നു. പക്ഷേ നിങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വന്ന് നിൽക്കേണ്ട ആളുകൾ. അത് എന്തോ അങ്ങനെ അന്ന് സാധിച്ചില്ല. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കണമില്ല. കാരണം ഇപ്പം 2 ലക്ഷം രൂപ 2.5 ലക്ഷം ഒക്കെ കാണുമെന്ന് പറയണേ. ഇപ്പം നമുക്കത് ഒന്നിച്ച് കൊടുക്കണമെന്നില്ല. അവിടെ ഗഡുകളായിട്ട് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ പറ്റണില്ല. പക്ഷെ അതിനകത്ത് ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നു പോകും. ഒരാളെ ഹെൽപ്പ് ചെയ്താൽ പിന്നെ അതൊരു അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. അത് നല്ല രീതിയിൽ ഒരു ചെറിയ പാളിച്ച വന്നാൽ പോലും അത് പെട്ടെന്ന് ഇത് പൊട്ടിത്തെറിക്കും. അപ്പം അത്രയും പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് അവിടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. അങ്ങനെ പരാതിയില്ല. ശരിക്കും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊരു പൊട്ടിത്തെറിയായി മാറും. പിന്നെ അത് വിവാദമായി മാറും. വേറെ ആളുകൾ ഒക്കെ ഉള്ളതല്ലേ. എന്നെക്കാളും എന്തോരം ബുദ്ധിമുട്ടുകളുള്ള ആളുകളുണ്ട് കലാരംഗത്ത്. അപ്പം അവർക്ക് ആർക്കെങ്കിലും ഒരാൾ അതിൽ നിന്ന് ചോദിച്ചാൽ സംഭവം മാറിയില്ലേ. അവിടെ നിന്ന് തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ വെറുതെ അമ്മയിൽ മെമ്പർഷിപ്പ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ അതിൻ്റെ പുറകെ കുറേ ആൾക്കാരുണ്ട് നടക്കണത്. ഇപ്പം എനിക്ക് കൊറോണ വന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനറിയാണ്ട് എനിക്ക് പൈസകൾ വന്നിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ പൈസ ഇട്ടിട്ടുണ്ട്. ഞാനറിയണില്ല. എൻ്റെ അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേ, എൻ്റെ മോൻ്റെ ഗൂഗിൾ പേയിലോട്ടൊക്കെ പൈസ ഇടുകയാണ്. നമ്മളിത് അറിയണത് ഒരു ചാനലിൽ നിന്ന് ഒരു കൊച്ചു വിളിക്കാൻ തന്നെ, ചേച്ചിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യണോ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഒന്നും ചെയ്യണ്ട. അത് ഈ കൊറോണയുടെ ഇടയിൽ ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭീഷ്മപർവൻ ചെയ്ത്, ഹോം ചെയ്ത്, പിന്നെ വേറെ മറ്റേ ആദ്യരാത്രി ചെയ്ത്, ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ബാലൻസ് ഇപ്പം ഉണ്ടായി. അപ്പോൾ നമുക്ക് കൊറോണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അറിയിച്ചപ്പോൾ ഈ കാശുകളെല്ലാം നമുക്ക് അക്കൗണ്ടിലേക്ക് വന്ന് നമുക്ക് ഒരാൾ ഒന്നും വേണ്ടല്ല കൊറോണക്ക്. നമുക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, എല്ലാം നമ്മുടെ വീട്ടിലെത്തിക്കണേണ് ആളുകൾ. പിന്നെ നമ്മ എന്തിട്ടാണ് MLA ഒക്കെ ആണെങ്കിലും എനിക്ക് എല്ലാ സാധനങ്ങളും പൈസയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു അവര്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പൈസ വന്നത്. അപ്പം ഞാൻ പറയും മോനെ അങ്ങനെ പൈസയൊന്നും വേണ്ട. അപ്പോൾ ചേച്ചി പൈസ വേണമെന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതിൽ കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയ്യോ. അപ്പം എൻ്റെ മോനാണ്. അപ്പം പിന്നെയാണ് ഇതൊക്കെ നോക്കണം. നമ്മ ഈ പുള്ളിക്ക് ഒത്തിരി സീരിയസ് ആയതുകൊണ്ട് നമ്മ അതിൻ്റെ പുറകെയാണ്. നമ്മ ഇതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഇത് ഫോണിൽ ഇത് നോക്കണത്. അത് മെസ്സേജ് എന്ന് പറഞ്ഞ സാധനം ഞാൻ എടുക്കാറില്ല. എനിക്ക് അത് ഞാൻ മറന്നു പോകും. അത് കാരണം എന്നെ മെസ്സേജ് ഇട്ടിട്ട് കിട്ടാതെ ആളുകൾ എന്നെ വിളിക്കും. പബ്ലിഷ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായില്ല. സിനിമ വരെയും പോയിട്ടുണ്ട് എൻ്റെ അങ്ങനെ മെസ്സേജിന് മറുപടി കൊടുക്കാണ്ട്. അപ്പം അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പം ഇത് പിന്നെ നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു ഭയങ്കര ഒരു അവസ്ഥ. പിന്നെ അത് തിരിച്ച് മാക്സിമം ഞങ്ങൾ തിരിച്ചു കൊടുത്തു. ഇനി ആരും പൈസ ഇടല്ലേ എന്ന് പറഞ്ഞ് ഞാനൊരു എഡിറ്റ് ഇരുന്ന് ഞാനൊരു കൊറോണ ആയിരുന്നു എനിക്കും. ഞാൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മക്കളെ ഒരാൾ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു 100 രൂപ വരെ അയച്ചേക്കണ ഒരാൾ. അപ്പം 500 രൂപയെങ്കിലും കിട്ടുന്ന ആളായിരിക്കും ഒരു 100 രൂപ എനിക്ക് അയച്ചേക്കണം. അപ്പം അത്രയും ഒരു അയാളുടെ മനസ്സാണ് അത്രയും നല്ലൊരു മനസ്സ് അങ്ങനെ തോന്നിയത്. 100 രൂപ എന്നെ കൊണ്ടാവണെന്നുള്ള രീതിയിൽ ഇട്ടേക്കണം. എനിക്കത് സഹിക്കാൻ പറ്റണ്ടായില്ല. അത്ര പ്രയാസം തോന്നി നമുക്ക്. ഇപ്പം എനിക്കിപ്പോൾ പൈസക്ക് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാൻ പറ്റിയ ഒരുപാട് നടന്മാരുണ്ട് എനിക്ക് ഈ കലാരംഗത്ത്. ആരോടും ഞാൻ ചോദിച്ചാൽ എനിക്ക് തരും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അവരെ പോലെ തന്നെ അവരൊക്കെ എത്ര ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാശുണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെവിടെന്നാ വന്നത്, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്.
നമുക്ക് അത്രയും കഷ്ടപ്പെടുന്നിട്ടുണ്ടെന്നില്ല. ഒരു സമയത്ത് സിനിമക്ക് വിളിക്കണം കടിയല്ലേണ്. ഇതങ്ങനെയല്ല, അവരൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഫീൽഡിലോട്ട് അതെ, വർഷങ്ങളായിട്ട് അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പം അവർക്ക് കൊടുക്കണം, അവർക്ക് കിട്ടാനാ, അതിന് അർഹതപ്പെട്ടവരാണ് അവർ. അത് കണ്ടിട്ട് നമ്മൾ മറ്റുള്ളവരോട് കുറ്റം പറയുന്നത് കാര്യമില്ല. നമുക്ക് അങ്ങനെ ആഗ്രഹമില്ല. ഇപ്പം എനിക്കെന്തെങ്കിലും ഒരു ഭയങ്കരമായ രോഗം വന്ന ഹോസ്പിറ്റലായ മമ്മൂക്ക അറിഞ്ഞാൽ എന്നെ ആസ്പത്രി കേസ് നമുക്ക് നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ നമുക്ക് നമ്മളായിട്ടൊന്നും ചെയ്യണ്ട, നമുക്ക് ചെയ്യാൻ പറ്റിയ ആളുകൾ നമ്മളിലുണ്ട്. ഇപ്പൊ കലാരംഗത്ത് ഞാൻ ചെന്നിപ്പോ ഞാനിപ്പം സിനിമയിൽ ചെന്നില്ലെങ്കിലും മമ്മൂക്ക അറിഞ്ഞാലും മമ്മൂക്ക സഹായിക്കും തന്നെ, എനിക്കറിയാത്. കാരണം ഞങ്ങൾ അത്ര വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. ശരിക്കും ഒരു സഹോദര സ്നേഹം ശരിക്കും നിൽക്കണ ഒരു സഹോദരനായിട്ടാണ് 75-ൽ എന്നെ മമ്മൂക്ക അഭിനയിക്കണത്. പക്ഷെ ആ സ്നേഹം ഇന്നും നിൽക്കുകയാണ്. അതിപ്പോ മമ്മൂക്കനെ കൂടി കണ്ടില്ലെങ്കിലും കണ്ടാലും സിനിമ അഭിനയിച്ചില്ലെങ്കിലും ഒക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് പുള്ളി. അതാണ്. അപ്പൊ നമുക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ പുള്ളി ഞാൻ ചോദിക്കണ്ട, ആരെങ്കിലും അറിയിച്ചാൽ മതിയാവും, അറിഞ്ഞു ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, ആരുടെയും ഒരു ഔദാര്യവും ഒരു പ്രയാസങ്ങളും ഇല്ലാണ്ട് തന്നെ നമ്മ ദൈവം അങ്ങനെ എടുക്കണേന്നാണ് എൻ്റെ പ്രാർത്ഥന, ആരെയും കഷ്ടപ്പെടുത്താണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധങ്ങൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭാഗ്യം. പിന്നെ ഇത്രയും വലിയ നടൻ നമ്മുടെ ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് ഒരു സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞാൽ മമ്മൂക്കക്ക് ആ സ്നേഹം എന്നോടുണ്ട്. കാരണം മമ്മൂക്ക പല സ്ഥലത്തും പ്രസംഗിച്ചപ്പോഴൊക്കെ നമുക്കത് പറഞ്ഞിട്ടുണ്ട് തുറന്ന്. അതാ. അപ്പൊ അതൊക്കെ മതി ഈ ജീവിതത്തിൽ. ഇനിയിപ്പോ വലിയതൊന്നും കെട്ടിപ്പിടിക്കണ്ട, നമുക്ക് ഇത്രയും സ്നേഹമൊക്കെ കിട്ടി മറ്റുള്ളവരുടെ കൂടെ നിൽക്കാനൊക്കെ, അവരുടെ ഒപ്പം നിൽക്കാൻ പറ്റിയില്ലേ. ഭീഷ്മർമ്മ സിനിമ ചെയ്തപ്പോൾ നമുക്കൊക്കെ ഞാൻ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ നമുക്ക് എന്തോരം സന്തോഷിച്ചെന്നറിയോ എൻ്റെ ഡയലോഗ് കേട്ടിട്ട്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അവാർഡ്, ഏറ്റവും അവാർഡും അവർക്ക് കിട്ടുന്ന ഒരു മനസ്സിനൊരു സന്തോഷം. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ സീൻ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് എന്നോട് ഇങ്ങനെ കാണിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു സന്തോഷം. അതാണ് നമ്മുടെ സമ്പാദ്യം, അതൊക്കെയാണ് നമ്മുടെ സമ്പാദ്യം. പിന്നെ നമ്മൾ എല്ലാവരും ഒരേ ലെവലിലാവൂലല്ലോ. അങ്ങനെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടല്ലോ, അതനുസരിച്ച് അങ്ങോട്ട് പോകണം, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സിനിമയിലേക്ക് നമുക്ക് അവസരത്തിന് പല പടങ്ങളൊക്കെ ചില വിളിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എമൗണ്ട് പറഞ്ഞ് നമ്മളെ വിളിച്ചു, നമ്മളവിടെ ചെന്ന് നമ്മുടെ വർക്ക് കഴിഞ്ഞു, ഈ പറഞ്ഞ എമൗണ്ടിൽ നിന്നെല്ലാം കുറച്ചിട്ട് ഒരു എമൗണ്ട് കിട്ടുന്നൊരു പ്രവണത ഉണ്ട്. അത് ശരിയാണത്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പൈസ പറഞ്ഞ് ഏറ്റവും കുറവ് പൈസ പറയുന്ന ആളാണ് ഞാൻ. ഇപ്പം എൻ്റെ ലെവലിൽ നിൽക്കുന്ന ഒരാളിൽ വെച്ച് ഏറ്റവും കുറവ് പറയുന്ന ആളാണ് ഞാൻ. അപ്പം ആ ഇത് വെച്ചിട്ട് നോക്കും, ചെല്ലുമ്പോൾ തരാനിത്തിരി താമസിച്ചാലും നമ്മളാരും ഇതുവരെ പറ്റിച്ചിട്ടില്ല. എല്ലാവരും പലർക്കും ആ അനുഭവങ്ങളുണ്ട്, പലരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തായാലും എന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് അത്യാവശ്യം പറയണ പൈസ തന്നെ രണ്ടു ഗഡുകളാകുമെന്ന് മാത്രമേ ഉള്ളൂ കിട്ടാറുണ്ട്. അതന്നെ ഭാഗ്യം. കാരണം ചിലരെ ആൾക്കാരിങ്ങനെ അഭിനയിക്കാൻ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞിട്ട് ചിലർക്ക് അങ്ങനെ പറ്റുന്നുണ്ടെന്ന് പറയണത്. പക്ഷെ നമുക്ക് എന്തായാലും പറയണ പൈസ നമുക്ക് എന്തായാലും അവർ തന്നെ ഉണ്ട്. ചില വേഷങ്ങൾ നമുക്ക് കിട്ടേണ്ട വേഷങ്ങൾ മറ്റുള്ളവരിലേക്ക് പോയിട്ടുണ്ടെന്നില്ല തോന്നിയിട്ടുണ്ട്. നമ്മളെ വിളിച്ചിട്ട് നമ്മളാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വപ്നം കണ്ട് നിരുന്ന ആ റോള് വേറൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പടം ഞാൻ പറയണില്ല, ആ ക്യാരക്ടർ ഞാൻ പറയണില്ല. പക്ഷെ ആ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം വേറൊരാൾ എന്നോട് പറഞ്ഞ് അത് പൊളിച്ച് ഇച്ചിരി വേഷം വരുന്നിട്ടാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത് നമ്മളെ വിളിച്ച് ഓക്കെ ആക്കി ഡേറ്റ് തരാനായിട്ട് ഇന്ന ദിവസം ആയിരിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ സാധനം അത് വേറൊരാൾക്ക് തെറ്റിപ്പോയി. ആ പടം ആ പടം റിലീസായ അന്ന് തന്നെ ഞാൻ പോയി അത് പടം കാണാനായിട്ട്. അത് എന്താണെന്ന് തെന്നിപ്പോയ എന്താണെന്നൊന്നും അറിയാൻ വേണ്ടി. പക്ഷെ അത് തെന്നിപ്പോയതിൽ എനിക്ക് തോന്നി എന്താണെന്നറിയോ, അതിൻ്റെ നായകനായിട്ട് കളിക്കുന്ന ആളിൻ്റെ അമ്മയാകാനായിട്ട് ഞാൻ ഇത്തിരിയും കൂടി പോരാ എന്ന് എനിക്ക് തോന്നി. കാരണം എന്താന്ന് പറഞ്ഞാൽ അത്രയും ഉന്നതനായ ഒരാളിൻ്റെ ക്യാരക്ടറിൻ്റെ പുള്ളിയുടെ അമ്മയാകാനായിട്ട് ശരിക്കും എനിക്ക് തന്നെ ഒരു വേണ്ട, അത് ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതോ ആ ആൾക്ക് തോന്നിയിട്ടുണ്ടാവും? ആ ആൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാൻ പാടില്ല. തോന്നാതിരിക്കട്ടെ. കാരണം എന്താ പറഞ്ഞാൽ അവരായിരുന്നെങ്കിൽ ഇന്ന് തോന്നരുത്. അതെനിക്ക് അവർ ചെയ്തത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ചില ആളുകൾക്ക് ഞാൻ ചെയ്താൽ മതിയായിരുന്നു എന്നുണ്ടായിരുന്നു. കയറേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ചേച്ചിക്ക് പറ്റിയ സാധനം എടുത്തിട്ടോ എന്ന് പറയുമ്പോ ഓക്കെ, അത് നമുക്ക് സന്തോഷമുള്ളൂ. എന്നാലും ഞാൻ ചെയ്തിരുന്നു വെച്ചെങ്കിൽ അവര് തോന്നിയല്ല. അത്രയും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. കുറെ സാധനങ്ങളല്ല, ഇപ്പൊ 2-3 സിനിമയ്ക്ക് അങ്ങനെ ഒരിത് വന്നിട്ടുണ്ട്.
അതങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വരാനുള്ള സാധ്യത ചിലപ്പം കൈകടത്തലിൻ്റെ ഒക്കെ ആവാൻ അല്ല, നമ്മളെക്കാളും കടപ്പാടും ബന്ധങ്ങളുള്ള ആളുകളുണ്ടാവും. അതെ 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 അതെ. അവർ പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാതെ വരും, അങ്ങനെ വരും. അത് ആരുടെയും കുറ്റമല്ലത്. അപ്പം അതങ്ങനെയാണ് അത് സംഭവിച്ചേക്കുന്നത്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൊന്നും പരാതിയില്ല, വിഷമങ്ങളും ഇല്ല. കാരണം പിന്നെ നമ്മൾ ചെയ്തേച്ചെങ്കിൽ എന്ന് ചെയ്തേച്ചെങ്കിൽ അടിപൊളിയാക്കരുതെന്ന് തോന്നും സിനിമ കണ്ടപ്പോൾ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ അത് കൊടുത്തത് ഏത് വഴിക്ക് പോയെന്നൊക്കെ എനിക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. ഈ ചെയ്ത വേഷങ്ങളിൽ അല്ലെങ്കിൽ നമുക്കൊരു വേഷത്തിന് വിളിച്ചു, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അങ്ങനെ നമുക്ക് അതിനകത്തുനിന്ന് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്? ഇല്ല, അങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കൊരിക്കലും താങ്ങാൻ പറ്റില്ല. അതൊക്കെ പറ്റില്ല നമുക്ക്, അങ്ങനെയൊന്നും വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ചെയ്യുമ്പോൾ നമ്മളെ അവർ കൈനീട്ടി സ്വീകരിക്കുന്നുണ്ട്. ഫസ്റ്റ് പടത്തിന് വന്നപ്പോൾ തന്നെ കിട്ടിയ ആ അംഗീകാരവും സ്നേഹവും ഇപ്പോഴും കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാടകത്തിൽ നിന്ന് വന്ന ഒരു 37 വർഷത്തെ പരിചയ സമ്പന്നയാണല്ല എന്നുള്ള ഒരു ഇത് നമുക്കൊരു കസേര കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ചെല്ലുമ്പോൾ. അതായത് വേറെ ഒരു അടുത്തുള്ള ഒരു ആളെ വിളിച്ച് ചെയ്യണ പോലെ ആയിരുന്നില്ല. ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യാൻ പോയപ്പോഴും നമ്മുടെ നാട്ടുകാർ തന്നെ ബെന്നി പി നായരമ്പലം, ഡിക്സൺ ബുൾത്താസ്, പിന്നെ സിദ്ദിഖ്, മമ്മൂക്ക, എല്ലാവരും ഉള്ള സിനിമയാണ് ഞാൻ ചെയ്യാൻ പോയ. ആരും എനിക്ക് പരിചയമില്ലാത്തില്ല, എല്ലാവരും വേണ്ടപ്പെട്ട ആൾക്കാർ. അപ്പൊ ഞങ്ങൾ ഒരു വണ്ടിയിലാണ് ലൊക്കേഷനിലേക്ക് പോണത്. മമ്മൂക്ക ഒഴിച്ച് ബാക്കി എല്ലാവരും ഞങ്ങൾ ഒരു വണ്ടിയിലാണ് പോകണം. അപ്പൊ അവരെല്ലാം പൈപ്പിങ്ങരക്കാർ മാത്രമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്, ആദ്യത്തെ സിനിമക്ക് തന്നെ. അപ്പൊ അതൊക്കെ കൊണ്ട് ഒരുപാട് സ്ഥലത്ത് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നേക്കണം. നല്ല ഇത്. പിന്നെ ഒരാൾ നമ്മളോട് ഒരു മുഖം കറുത്ത് വലിയ ഇങ്ങനെ പിന്നെ ഈ താഴേക്കടയിൽ നിന്ന് ആൾക്കാരെ കൂടിയാണ് ആദ്യം കൂട്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവരാണല്ല ഇതിന്റെ നിയന്ത്രിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ ക്ലീനാണ്. അതുകൊണ്ട് എവിടെ ചെന്നാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നല്ലതാ, അത് ചീത്തയാക്കിയില്ലെങ്കിൽ നല്ലതാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അത് അതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ഒരു പുച്ഛം പിടിക്കേണ്ട കാര്യമില്ല. അതിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ മറ്റുള്ളതിലോട്ട് ഇടപെടാതിരുന്നാൽ മതി. ഞാനിപ്പോൾ മനോരമ വായിക്കുന്ന ആളാണ്, സ്ഥിരം മനോരമ ഉണ്ടാവും എൻ്റെ കയ്യിൽ. വീട്ടിൽ നിന്ന് എനിക്ക് വായിക്കാൻ സമയമൊന്നും കിട്ടാറില്ല, പക്ഷെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കും എല്ലാ ആഴ്ചത്തെ. ഈ ആഴ്ചത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ക്യാമ്പ് ഇങ്ങനെ പോകുമല്ല, സിനിമക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഈ സാധനം 4-4 എടുത്തിട്ട് പോകും. അപ്പം അത് എൻ്റെ സീൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ മനോരമ വായിച്ചു അതിലേക്ക് പോകും. പിന്നെ അതിനിടയ്ക്ക് വന്ന വർത്താനോ കാര്യങ്ങളൊക്കെ അതിൽ പങ്കുകൊള്ളുകയും ചെയ്യും. അങ്ങനെയുള്ളു. മമ്മൂക്കായൊക്കെ നേരിട്ട് ഇടപെട്ട് വേഷങ്ങളെല്ലാം അങ്ങനെ മമ്മൂക്ക പറഞ്ഞിട്ട് എന്നെ മംഗ്ലീഷിൽ വിളിക്കണത് ആണല്ലേ? അത് ശരി. നമുക്ക് പറഞ്ഞ് വിളിച്ച ഇന്നാ പടം ഉണ്ടായിരുന്നു, പൗളിനെ വിളിക്കുന്നു പറഞ്ഞു. പിന്നെ വേറൊരു പടം കൂടി എന്നെ പറഞ്ഞ്, പക്ഷെ എന്നിട്ട് അത് അന്ന് ഞാൻ തലശ്ശേരിയിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കണം, കൊച്ചിയിൽ ഷൂട്ട്. അപ്പൊ എനിക്കത് പോകാൻ പറ്റിയില്ല. പിന്നെ അതിനെ ഡബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഡബ് ചെയ്യാൻ പോയപ്പോഴും എനിക്ക് പറ്റിയില്ല. എന്നിട്ട് ഞാൻ വേറൊരാളെ വിളിച്ച് ഞാൻ കൊടുക്കേണ്ടി ചെയ്ത, കൊച്ചി പറയാൻ വേണ്ടിയായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ പി.ജെ. ആൻ്റണി മാഷിൻ്റെ കൂട്ടത്തിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് തന്നെ ചേച്ചിയുടെ ഒരു നാടക തുടക്കം, അതായത് ഒരു സകലകലാ വല്ലഭൻ്റെ കൈകളിലേക്കാണ്. 5 വർഷം തിലകഞ്ചേട്ടനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 വർഷം ഒന്നിച്ചുണ്ടായി. പിന്നെ തിലകഞ്ചേട്ടൻ അവിടെ നിന്ന് ഞങ്ങൾ പോന്നു കഴിഞ്ഞിട്ട് കലാശാല ബാബുചേട്ടൻ്റെ സമിതി തുടങ്ങിയപ്പോൾ 2 വർഷം തിലകഞ്ചേട്ടനും ഞാനുമായിട്ട് കലാശാല ബാബുചേട്ടനായിട്ട് ഒക്കെ അന്നേ അഭിനയിച്ചു. അഞ്ചേട്ടൻ അവിടെ ചെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ എല്ലാത്തിൻ്റെയും നന്മ. അതാണ് പി.ജെ. ആൻ്റണി എന്ന് പറയുന്ന. നമുക്ക് പേടിയില്ല, ചെയ്യാൻ പേടിയില്ല. അത് നാടകം എഴുതി വെച്ചേക്കണതും അങ്ങനെയാണ്, അത് പ്രസൻറ്റ് ചെയ്യേണ്ടതും അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റൈലും അവിടെ കാണിക്കണ്ട. ഞാൻ 19 വയസ്സുള്ളപ്പോൾ തിലകഞ്ചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചു, 75 വയസ്സുള്ള കഥാപാത്രം. സോഷ്യലിസ്റ്റ് നാടകം, പി.ജെ. ആൻ്റണിയുടെ നാടകം തന്നെ. അതൊക്കെ ഒരു അനുഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വലിയ ആളുകളുടെ കൂടെയൊക്കെ അന്നുണ്ടായ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ NS ഇട്ടൻ, കോയിവിള ഗോപാലകൃഷ്ണൻ, പുരുഷേട്ടൻ, അതൊക്കെ ഞാൻ ചെല്ലണം എന്ന് പറഞ്ഞാൽ ഈ മണവാളം ജോസഫും ശങ്കരാടി ഇങ്ങോട്ട് പോകുന്ന പിന്നത്തെ വർഷം ഞാൻ ചെല്ലാം. അവര് അവിടെ സ്ഥിരം അടിയാഴ്ച കിടക്കണായിരുന്നു. അവര് സിനിമയിലേക്ക് കയറുന്ന ആ സമയത്ത് ഞാൻ അവിടെ ചെല്ലണത്. അങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പുള്ളിന് പറയുമ്പോൾ നമ്മ അത് വളരെ ഇമ്പത്തോടുകൂടിയാണ് കേട്ടിരിക്കണത്. എന്തായാലും നാടകരംഗവും മലയാള സിനിമാ വേദിയിലും എല്ലാം കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം ചേച്ചിക്ക് അനുയോജ്യമായ കഥാപാത്രങ്ങളായിരുന്നു. ആ കഥാപാത്രങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും ഇനി അങ്ങോട്ടുള്ള യാത്രകളിലും നല്ല നല്ല വേഷങ്ങൾ ചേച്ചിക്ക് കിട്ടട്ടെ. വേഷങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വേഷം എനിക്ക് എൻ്റെ നിലവിൽ എനിക്ക് 5 സിനിമ വരാനുണ്ട്. അപ്പൊ അതൊക്കെ ഡേറ്റുകളായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സിനിമ എല്ലാം ഇങ്ങനെ വന്നു നിൽപ്പുണ്ട്. 5 പടം എൻ്റെ കണക്കിലുണ്ട്, നിൽക്കുന്നുണ്ടല്ലേ. അപ്പം
ഈ പഴയ കാലത്തെ പാട്ടുകളും ഇപ്പോഴത്തെ പാട്ടുകളും വെച്ച് നോക്കുമ്പോൾ ചേച്ചിക്ക് അതിനകത്തെങ്കിലും അഭിപ്രായം പറയാം? എനിക്ക് പഴയ പാട്ടുകൾ തന്നെ പാട്ടുകളാണ് ഇഷ്ടം. പഴയ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ രവീന്ദ്ര മാഷും പിന്നെ ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു നല്ല പാട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഒരു പാട്ട് കിട്ടിയേക്കണത് ജയന്ദ്രൻ്റെ പാട്ടാണ്. അതെ 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 അതെ. ജയന്ദ്രൻ്റെ പാട്ടുകളാണ് നമുക്ക് അവരോടൊക്കെ ഒന്ന് താരതമ്യപ്പെടുത്താനെങ്കിലും പറ്റുള്ളൂ. അവരെന്ന് പറഞ്ഞാൽ വമ്പന്മാരായിരുന്നില്ലേ, അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊന്നും ഇപ്പോൾ ഒരു പാട്ട് അവരുടെ കയ്യിലും ഇല്ല, സ്റ്റോക്കില്ല. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു പാട്ടാണ് ആളുകൾ പാടുന്നത് സിനിമയിൽ. അതൊരു കുറവ് തന്നെയാണ് ശരിക്കും നമുക്ക്, മലയാള സിനിമക്കുള്ളൊരു കുറവാണത്. പക്ഷെ നല്ലൊരു പാട്ടിന്റെ സീനൊന്നും നമ്മുടെ മനസ്സിലില്ലല്ല. ഇപ്പോഴത്തെ പടങ്ങൾ കണ്ടു തങ്ങി നിൽക്കൂല. അവരുടെ തമാശയും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് ഒരു പാട്ട് അങ്ങോട്ട് വെക്കുകയാണ്. അപ്പം മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ടാവുമല്ലോ പഴയ പാട്ടുകളിൽ? അതെ, പഴയ പാട്ടുകളിൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഏത് പാട്ട് നമുക്ക് ഇഷ്ടമല്ലാത്ത? അപ്പോൾ അതിൽ ചേച്ചിക്ക് ഒന്നുകൂടെ എനിക്കിത് ഈ ഒരു പാട്ട് എനിക്ക് ഇഷ്ടമെന്ന് മനസ്സിൽ തോന്നുന്നൊരു എനിക്ക് ഈ ഒരു പാട്ട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാലിയുള്ള കളിത്തത്തമ്മ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ അതെന്ത് ലളിതമായ സാധനങ്ങളാണ് അതൊക്കെ എനിക്ക് അങ്ങനെയുള്ള ആ സമയത്ത് അർജുന മാഷിന്റെ പാട്ടുകളൊക്കെ എന്തിന് പിക്നിക്കിലെ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കൊതിച്ചു പോവില്ലേ, അങ്ങനത്തെ പാട്ടുകളൊക്കെ അല്ലേ എഴുതിയേക്കണത്. പിന്നെ ദുഃഖമേ നിനക്ക് പുലർകാലവന്ദനം, കാലമേ നിനക്ക് അഭിനന്ദനം എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ അർജുന മാഷിന്റെ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പൊന്നല്ലേ, പൊന്നി. അതൊക്കെ പോയി, നഷ്ടപ്പെട്ടു പോയി നമുക്ക്. ഈ ലൈഫിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കലാരംഗത്ത്? മറക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമ ചെയ്യാൻ ചെന്നിട്ട് ഭക്ഷണത്തിന് നിരന്ന് നിൽക്കണമല്ലോ, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ സിനിമ. അതിപ്പോൾ നമ്മൾ കല്യാണം വീട്ടിൽ ചെന്നാലും നിരന്ന് നിൽക്കണമല്ലോ, എല്ലാവരും വേഗം പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി. പക്ഷെ ഞാൻ പോയില്ല നിരന്ന് നിൽക്കാൻ. എനിക്ക് ഞാൻ പള്ളിയിലാണെങ്കിലും ഒരു കുർബാന കൊടുക്കുന്ന സമയത്താണെങ്കിലും ഇടിച്ചു കയറിയാൻ പോവില്ല. എല്ലാം ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് ചെല്ലുള്ളൂ എണീറ്റ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനും അതെ, ഞാൻ ഈ കല്യാണം ആയാലും ഏഴായാലും ആണ്ടായാലും ഒക്കെ നടക്കണ്ടെങ്കിൽ അതിൻ്റെ കുർബാന കൂടി അതിൻ്റെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ആരാധനാലയത്തിലേക്ക് പോകും. അവിടെ ഇരുന്ന് നമ്മൾ ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു സമയമുണ്ട്, ലാസ്റ്റ് പന്തിയൊക്കെ ആകൂലേ, ആ സമയത്തേ ഞാൻ വരുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് സിനിമാ ഫീൽഡിൽ ചെന്നപ്പോൾ നിരന്ന് നിൽക്കാൻ എനിക്ക് പറ്റിയില്ല, ഞാൻ പോയില്ല, ഞാനിവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഈ അവിടെ വിളമ്പണ പയ്യന്മാർ രണ്ട് തട്ടാണല്ലോ അവിടെ, ജൂനിയേഴ്സ് ഇഷ്ടം പോലെയുള്ള ദിവസമായിരുന്നു അവർക്ക് വിളമ്പനുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ ഒരു മുണ്ടും ബ്ലൗസും കൊടുത്തൊരു തോർത്തുവിട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ജൂനിയേഴ്സിൽ നിന്ന് വന്ന ഒരാൾ തന്നെയായിട്ടാണ് അവരെന്നെ കണ്ടത്, അവർക്ക് എന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ ചേച്ചി അവിടെ ഉണ്ടാവുകയാണ്, ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പം അത് കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോഴും ഞാനവിടെ ഇരിക്കുകയാണ്. ചേച്ചിയോടല്ലേ പറഞ്ഞത് അവിടെയാണ് ഊണ്. ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചോളാന്നേ, നേരെ കഴിയട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ പോയി കഴിച്ചോളാമല്ല എന്ന് പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും എന്നെ അറിയണ ഒരാൾ വന്ന്, നാടകം കണ്ടിട്ടുള്ളത് ഒരാൾ വന്ന്, ചേച്ചി ഭക്ഷണം കഴിച്ചാൽ ഞാൻ പറഞ്ഞു കഴിച്ചില്ല, ഞാൻ അവിടെ നേരെയില്ല, അത് ചേച്ചി അവിടെ ഭക്ഷണം കഴിക്കില്ലേ, ചേച്ചി ഇവിടെ കഴിക്കേ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നും കഴിച്ചില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇതാണോ സിനിമ ഇതാണോ എന്നിങ്ങനെ പുറത്തു പോയി. ഇങ്ങനെ ഭക്ഷണത്തിന് പോലും വേറെ നിർത്തിക്കൊണ്ട് അതൊരു കലാരംഗത്തുണ്ടായൊരു വിഷമം എന്ന് പറയാൻ അതേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ രാജീവിൻ്റെ ഇവിടെയൊക്കെ ലൊക്കേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒപ്പമാണ്, നമ്മളുടെ ഒപ്പമാണ് അവരും. അങ്ങനെ ഇരുന്ന് കഴിക്കണ ഒരുപാട് നടന്മാരുണ്ട്, സംവിധായകരുണ്ട് നമ്മുടെ ഫീൽഡിൽ. എന്തായാലും ഇത്രയും നേരം ചേച്ചിയുടെ കുറച്ചൊക്കെ വിശേഷങ്ങൾ സിനിമയെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ സാധിച്ചില്ല, വളരെ സന്തോഷം. എന്തായാലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചേച്ചിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ ആയിരിക്കും ആദ്യമായിട്ടാണല്ലോ ചേച്ചിയുടെ അടുത്തേക്ക് വരുന്നത്, സിനിമയിൽ കണ്ടിരിക്കുന്ന പോലെയാണോ എന്നുള്ളത്. പക്ഷേ എന്നാലും പറഞ്ഞിട്ട് പൗളി ചേച്ചി നമുക്ക് എല്ലാവർക്കും പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ള ഒരു വിചാരം എല്ലാവർക്കും ഉണ്ട്. അപ്പം ആ ഒരു മനസ്സോട് കൂടി നമുക്ക് വന്ന് കയറി, അതിലും നല്ലൊരു മനസ്സോട് കൂടി. ഞാൻ ബെന്നിനോട് വരണ്ടെന്ന് പറഞ്ഞ ഇതൊക്കെ തന്നെയല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്, ഇവർക്ക് ഇത് തന്നെ ജോലിയുള്ളതെന്ന് അല്ലേന്ന് പലരും ചോദിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ ഇത് എന്തിനു പറയണേന്ന് നോക്കും. പിന്നെ ഇനി ഒരു അവാർഡ് മേടിക്കണമെങ്കിൽ ഞാൻ അവാർഡ് മേടിച്ചിട്ടാടാന്ന് പറയാല്ല, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ തോരത്തോരിങ്ങനെ ചാനലിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം. അതുകൊണ്ടാണ് ഞാൻ മടി പറഞ്ഞത്. പക്ഷേ ജനങ്ങൾക്ക് ചേച്ചിന് ഇഷ്ടമാണ്, അത് ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ടാണ് നമുക്ക് വേണ്ടിയിട്ടൊരു ഇൻ്റർവ്യൂ നമ്മൾ എന്തായാലും നമ്മളിങ്ങനെ ഒന്ന് തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്തായാലും സ്നേഹത്തോടുകൂടി തന്നെ നമ്മളെ സ്വീകരിച്ച് നമുക്കിങ്ങനൊരു അല്പസമയം ചെലവഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള
നാളുകളിലേക്കും നല്ല നല്ല വേഷങ്ങൾ ചേച്ചി തേടിയെത്തട്ടെ. ഇനി ഇറങ്ങാനുള്ള പടങ്ങളും അത് നല്ല രീതിയിൽ എൻ്റെ വർക്കുകൾ നടക്കട്ടെ. ഒന്നുകൂടി ചേച്ചി നല്ല ഒരു ഇതിലേക്ക് മാറട്ടെ. നല്ലൊരു വേഷം കൂടി ചെയ്യണം എന്നുള്ളത് എനിക്ക്. നമ്മളെല്ലാ കൊല്ലവും നമ്മുടെ ഒരു പടം അവിടെ ഉണ്ടാവണേ എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. തീർച്ചയായും ഒരു മത്സരത്തിന് എന്നും കിട്ടണമെന്നല്ല, എന്നാലും അവിടെ ഒരു പടത്തിൽ നമ്മൾ ഉണ്ടല്ലോ എന്നുള്ളേ. അത് ഈ പ്രാവശ്യം ഒന്നുമില്ല, അത് കാരണം ഇങ്ങനെ ഒരു വിഷമമുണ്ട്. അതെല്ലാം ശരിയാവും. ഞങ്ങളുടെ പ്രാർത്ഥനയും അക്കൂടത്തുണ്ടാകും. എന്തായാലും വളരെ സന്തോഷം. നന്ദി.